ശ്രീരാമശരണം സമത്രജഗതാം രാമം വിനാ കാഗതി രാമേണ പ്രതിഹന്യതേ കലിമലൻ രാമായ കാര്യം നമ രാമാത്രസ്ഥിതികാലഭീമഭുജഗോ രാമസ്യ സർവം വശേ രാമേ ഭക്തിരഖണ്ഡിതാ ഭവതു മേ രാമത്വമേവാശ്രയ കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അധ്യാത്മരാമായണ വിചാര പരമ്പരയിൽ നമ്മൾ കണ്ടത്, വിശ്വാമിത്രൻ വന്നിട്ട് രാമലക്ഷ്മണന്മാരെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അത്യത്ഭുതമായ വിദ്യയായിട്ടുള്ള ബല, അതിബല എന്നീ മന്ത്രങ്ങൾ, ദേവനിർമ്മിതകളായ ആ വിദ്യകൾ വിശ്വാമിത്രൻ പഠിപ്പിച്ചു. അനവധി അസ്ത്രോപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഭാവിയിൽ. വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ തപസ്യാണ്. അങ്ങനെ ഗംഗ കടക്കാൻ അവർ തീരുമാനിച്ചു. ഗംഗ കടന്നിട്ട സമയത്താണ് താടകയുടെ ആ സ്ഥലത്തേക്ക് തത്ര കാമാശ്രമേ രമ്യേ കാനനേ മുനിസങ്കുലേഷിത്വാ ജാനകീ മേഘാം പ്രഭാതേ പ്രസ്ഥിതാശനൈഹി. കാമാശ്രമം എന്ന് പറയുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണത്. കാടുകൾ, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. സിദ്ധാശ്രമത്തിലേക്ക് പോയി അവിടെ ഈ താടക എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ടും മഹർഷിമാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വഴി മുടക്കി അങ്ങനെ കടന്നിരുന്നു എന്നാണ്. ഇപ്പോൾ ആരാണെന്ന് വെച്ചാൽ ഈ സുന്ദൻ എന്ന് പറഞ്ഞിട്ടൊരാൾ ഹിരണ്യകശിപുവിൻ്റെ ആ ഒരു പരമ്പരയിൽപ്പെട്ട ആളാണ്. പൗത്രനൊക്കെ ഇട്ട് ഏകദേശമൊക്കെ വരും. അപ്പോൾ അവർ മക്കളില്ലാണ്ട് തപസ് ചെയ്തപ്പോൾ ബ്രഹ്മദേവൻ കൊടുത്തതാണ് ഈ താടക എന്ന പുത്രി. യക്ഷി ആയിരുന്നു, സുന്ദരിയായിരുന്നു എന്നൊക്കെ. ഒരു കുഴപ്പമൊന്നുമില്ലാത്ത നല്ലൊരു പെൺകുട്ടി, കന്യക, അങ്ങേക്ക് മകളായിരിക്കട്ടെ എന്നും പറഞ്ഞ് മാനസപുത്രിയായിട്ട് കൊടുത്തതാണ് സുന്ദരൻ. അതിനെ വളർത്തി കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അഗസ്ത്യാശ്രമത്തിൽ ചെന്നു. അപ്പോൾ ഒരു പുത്രൻ ഉണ്ടായതാണ് മാരീചൻ, ദൃഢപുത്രനാണ് മാരീചൻ. അപ്പം അതുപോലെ തന്നെ സുബാഹു ഉണ്ടായിരുന്നു. ഈ സുന്ദൻ അഗസ്ത്യനെ ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സുന്ദനെ അഗസ്ത്യൻ വധിച്ചു. അതിൽ പേടിപ്പെട്ടിട്ട് അഗസ്ത്യനോട് പകരം വീട്ടാൻ അമ്മയും മകനും കൂടി ചെന്നു. അന്ന് മാരീചൻ രാക്ഷസനൊന്നുമല്ല. രണ്ടാളും അഗസ്ത്യനെ പിടിച്ച് ഭക്ഷിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങിയപ്പോൾ അഗസ്ത്യൻ അവരെ ശപിച്ചു, നിങ്ങൾ രാക്ഷസിയായിട്ട് തീരട്ടെ. മകൻ രാക്ഷസനായി, അമ്മ രാക്ഷസി ആയി. അങ്ങനെയാണ് അവരുടെ പൂർവ്വകഥ പറയുന്നത്. അപ്പം നമ്മുടെ കർമ്മങ്ങളാണ് നമ്മളെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും, നല്ല ജന്മങ്ങൾ ഉണ്ടാക്കുന്നതും ചീത്ത ജന്മങ്ങൾ ഉണ്ടാക്കുന്നതും എന്നൊക്കെ നമ്മുടെ കർമ്മങ്ങളാണ് എല്ലാറ്റിനും കാരണം. അപ്പോൾ പറഞ്ഞു, ഈ കാട് കണ്ടില്ലേ രാമലക്ഷ്മണന്മാരെ, ഇങ്ങനെ ഒരാൾക്ക് പോലും വഴി നടക്കാനായിട്ട് സാധിക്കണില്ല. എന്താ വെച്ചാൽ ഇവള് പിടിച്ചു തിന്നിട്ടും ഉപദ്രവിച്ചിട്ടും. അതുകൊണ്ട് നീ എങ്ങനെയായാലും കൊല്ലണം ഇവളെ നീ, വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ. സ്ത്രീവധം തെറ്റല്ലേ എന്ന് വിചാരിക്കണ്ട. ഉപദ്രവകാരികളായിട്ടുള്ള സ്ത്രീകളെ കൊല്ലുന്നത് തെറ്റില്ല. പോരാത്തത് ഞാൻ ഗുരുനാഥനാണ്. വിശ്വാമിത്രൻ തപസ്യാവുക, ഗുരുനാഥനാവുക, പറഞ്ഞത് അനുസരിക്കുക ചെയ്തിട്ടുള്ളൂ. രാമൻ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീവധ ദോഷം ശങ്കിക്കേണ്ടതില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവളെ കൊല്ലുന്ന വേണം എന്ന് വിശ്വാമിത്രൻ പറഞ്ഞതോടുകൂടി മെല്ലവേ ചെറുഞാണൊലി കേട്ടു. ചെറുഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം. യുദ്ധത്തിന് വരികയാണെന്നും താടകയോട് വെല്ലുവിളിക്കുകയാണ് എന്നുമുള്ള ആ ഒരു രീതിയിൽ ചെറുഞാണൊലി പുറപ്പെടുവിച്ചു എന്നാണ്. യുദ്ധത്തിനുള്ളതായിരിക്കുന്നൊരു ആരംഭം, വെല്ലുവിളി, ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ ചെറുഞാണൊലി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ധൈര്യം ഉണ്ടെച്ചാൽ എന്നോട് യുദ്ധത്തിന് പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന പോലെയാണ് അത്രേ ആ ഒരു സംഗതി. ഈ
കച്ചേരിക്കൊക്കെ മുമ്പ് ഈ മൃദംഗം കൊട്ടുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ടീൻ ടീന്നൊക്കെ ഒരു അടിക്കലും ഒരു കൊട്ടലൊക്കെ അല്ലേ. ഇനി കാര്യമായിട്ടുള്ള കൊട്ട് വരാൻ പോണേ ഉള്ളൂ എന്നുള്ള പോലെ ടീം 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 കിടുകിട് എന്നൊക്കെ പറഞ്ഞൊരു കൊട്ടലും ഇൻസ്ട്രുമെൻ്റ് ഒന്ന് ശബ്ദിപ്പിക്കലൊക്കെ കേൾക്കാം നമ്മൾ അല്ലേ. അതുപോലെ ഒരു സംഗതിയാണ് അത്രേ ചെറുഞാണൊലി ഇങ്ങനെ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ശബ്ദം എവിടുന്നാണ് കേട്ടത് എന്നുള്ളത് അറിഞ്ഞ് വരാനുള്ള കഴിവുണ്ട് ഈ താടകയ്ക്ക്. അതുകൊണ്ട് സ്ത്രീവധം നോക്കിയിട്ട് കൊല്ലാതിരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പം രാമൻ ഉടനെ പറഞ്ഞു, ദർശയസ്വ മഹാഭാഗ കുതസ്തോ രാക്ഷസാതമോ തഥേത്യുക്ത മുനിർ ഏട്ടം ആരേബേ മുനികി സഹ. എവിടെയാണ് അവരൊക്കെ എന്ന് പറഞ്ഞു തരേ വേണ്ടു. കുറേ രാക്ഷസന്മാരുണ്ട്, അപ്പോൾ ഈ യാഗം രക്ഷിക്കണമല്ലോ. അത്രാസ്തി താടക നാമരാക്ഷസീ കാമരൂപിണി ബാധത്തെ ലോകമഖിലം ജഹിത്താം. അവിചാരയൻ ഈ ലോകത്തെ മുഴുവൻ ദ്രോഹിച്ച് വഴിമുടക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞു. ടങ്കാരം അകരോത്തേന ശബ്ദേന പൂരയത്വനം ടം കാരം ടം ടം എന്ന് ഉള്ളതിനാണ് ഈ ടങ്കാരം. ചെറുഞാണൊലി എന്നർത്ഥം. തച്ചുത്വ അസഹമാനാസ താടകാഘോരരൂപിണി ക്രോധസമ്മൂർച്ഛിത രാമം അഭിദ്രാവമേഘവൽ. കറുത്ത ഒരു കാളമേഘം വരുന്നത് പോലെ ആ താടക വന്നു. ആദ്യമൊക്കെ വധിക്കാൻ വളരെ സംശയിക്കുകയൊക്കെ ചെയ്തു. സ്ത്രീവധല്ലേ എന്ന് പറഞ്ഞിട്ട് പൂതന സ്ത്രീയായിരുന്നു, ഭഗവാൻ വധിച്ചു. അപ്പോൾ വധ്യ ആണെങ്കിൽ സ്ത്രീ ആണെങ്കിലും വധിക്കാം. കൃഷ്ണാവതാരത്തിലുണ്ട് പൂതനയുടെ കഥ, ഇവിടെ താടകയുടെ കഥയും. യുവപുരുഷനോ നോക്കിയിട്ടല്ലേ, ലോകത്തിന് ഉപദ്രവകാരികളായ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആണ് ടങ്കാരനാഥേന ദേഷ്യപ്പെട്ടു ക്രോധസമ്മൂർച്ഛിത രാമം അഭിദ്രാവമേഘവ് താം ഏകേന ശരേണാശു താടയാമാസ വക്ഷസി പപാതവിപിനേ കോര. പമന്തീരുതിരം മഹു ചോര ഛർദ്ദിച്ച് ആ താടക മറിഞ്ഞു വീണു. താടകമാറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണ്ണ രത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. അവർക്ക് പഴയ രൂപം തിരിച്ചു കിട്ടി. പാപമൊക്കെ പോയില്ലോ. രാമശരം ഏറ്റതോട് കൂടിയിട്ട് മരിച്ചു എന്നുണ്ടെങ്കിലും മോൾക്ക് നന്മയുണ്ടായത്. സുദർശന ചക്രമായാലും രാമൻ്റെ രാമൻ്റെ അസ്ത്രമായാലും ഇവരുടെയൊക്കെ ആയുധങ്ങളേറ്റ അവരുടെ പാപം അതോടുകൂടി തീർന്നു. പഴയ രൂപം തിരിച്ചു കിട്ടി. തതോതി സുന്ദരീ യക്ഷി സർവാഭരണഭൂഷിത ശാപാൻ പിശാചതാം പ്രാപ്ത മുക്ത രാമപ്രസാദത. പണ്ട് ശാപം കൊണ്ട്, അഗസ്ത്യശാപം കൊണ്ട് ഈ പിശാചത ഉണ്ടായതാണ്. രാമബാണം കൊണ്ട് അതിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവുകയും ചെയ്തു. തതോതി കൃഷ്ടപ്പരിരഭ്യരാമം മുജ്ഞന്യവഗ്രായ വിചിന്യ കിഞ്ചിൽ സർവാത്രജാലം തരകർത്യമന്ത്രം പ്രീത്യാഭിരാമായ ദദൗ മുനീന്ദ്ര. രാഘവനെ വേഗം മാറോടണച്ചു ശ്രീ വിശ്വാമിത്ര മഹർഷി. അതിനുശേഷം എല്ലാവിധ അസ്ത്രങ്ങൾ, ഉപദേശം, അതിനെ ഉപസംഹരിക്കാനുള്ള വിദ്യ എല്ലാം അവിടെ വിശ്വാമിത്രൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മഹർഷിമാർക്കും സന്തോഷമായി. രാമ, വലിയ ഒരു വിഷമം അങ്ങ് ഇല്ലാതാക്കി. ഇവിടെ തപസ് ചെയ്യാനോ വഴി നടക്കാനോ സാധിക്കാതെ വളരെ കാലമായി ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു. വിഷമം എന്തായാലും അങ്ങ് തീർത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാ അസ്ത്രജാലങ്ങളും സർവാസ്ത്രജാലം സരഹസ്യമന്ത്രം രഹസ്യത്തോടു കൂടിയിട്ട് ഉപസംഹരിക്കാനുമായി കൊണ്ട് ദദൗ മുനീന്ദ്ര. ആ മുനീന്ദ്രൻ നൽകി. മറ്റു ഇതൊക്കെ അതാണ്. ആശു രാഘവനു ഉപദേശിച്ചു സലക്ഷ്മണം. എല്ലാ മന്ത്രങ്ങളും കൗശിക മുനീന്ദ്രൻ ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷണം. ആ അസ്ത്രങ്ങളുടെ പേരൊക്കെ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ടല്ലേ. ഒരുപാട് അസ്ത്രങ്ങൾ അല്ലേ. മാനവാസ്ത്രം, മാത്രം, പൈതാഹാസ്ത്രം, ഒരുപാട് അസ്ത്രങ്ങളാണ്. അവരുടെ പേരൊക്കെ എടുത്ത് വാൽമീകി രാമായണത്തിൽ അതൊക്കെ ഉപസംഹരിക്കാനും ഉള്ള മാർഗം പറഞ്ഞു കൊടുക്കണം. അത് അയച്ചാൽ പോരല്ലോ. ഉപസംഹരിച്ചില്ലെങ്കിൽ അത് അതിൻ്റെ പണി നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അതിനുള്ളതും ഉപസംഹാര മന്ത്രങ്ങളും വിശ്വാമിത്രൻ വളരെ കാരുണ്യത്തോട് കൂടിയിട്ട് വാത്സല്യത്തോട് കൂട്ടിയവർക്ക് കേൾക്കേണ്ട കാര്യം അപ്പം പഠിക്കും. അങ്ങനത്തെ കുട്ടികളാണ്. അപ്പോൾ പഠിക്കാൻ കുട്ടികളോട് വലിയ താല്പര്യം ഉണ്ടാവുമല്ലോ. പ്രീത്യാഭിരാമായ ദദൗ മുനീന്ദ്ര. അങ്ങനെ പറഞ്ഞതോട് കൂടിയിട്ട് രാമലക്ഷ്മണന്മാർ അന്ന് അവിടെ കിടന്നു. അവർ ചോദിച്ചു,
മുനീന്ദ്ര, യാഗരക്ഷയ്ക്ക് ഇനി എപ്പോഴാണ് ചെയ്യേണ്ടത്? ആരൊക്കെ രാക്ഷസന്മാരാണ് അങ്ങേ ഉപദ്രവിക്കുന്നത്? ഇതാ എൻ്റെ വില്ലൊക്കെ കണ്ടില്ലേ, ഇത് പ്രയോഗിക്കാൻ എനിക്ക് ധൃതിയായി. ക്ഷത്രിയന്മാർക്ക് അങ്ങനെ രാമനാണ്, അപ്പോൾ ആ വില്ലിതാ അങ്ങേതായാലും എനിക്ക് ഉപദേശിച്ചു തന്നു. ഈ അസ്ത്രങ്ങളെ കൊണ്ട് എന്തെങ്കിലും മാർഗം പ്രകടിപ്പിക്കാനും പ്രയോഗിക്കാനും കാരണം വേണ്ടേ? അതുകൊണ്ട് എവിടെ ആ ദുഷ്ടരാക്ഷസന്മാർ? തത്ര കാമാശ്രമേ രമ്യേ കാനനെ മുനിസങ്കുലേ ഉഷിത്വാ രജനീമേഘം പ്രഭാതേ പ്രസ്ഥിതാശനേ ഹി സിദ്ധാശ്രമംഗതാ സർവേ സിദ്ധചാരണസേവിതം വിശ്വാമിത്രേണ സന്ദിഷ്ടാവനയ തന്നിവാസിന. മഹർഷിമാരൊക്കെ ധാരാളമായിട്ട് തപസ് ചെയ്യുന്ന സിദ്ധാശ്രമത്തിൽ ഈ വാമനൻ പണ്ട് കുറേ തപസ് ചെയ്തിരുന്ന ഒരു ആശ്രമമായിരുന്നു. വാമനാവതാര കഥയിൽ അവിടെ തപസ് ചെയ്തിട്ടാണ് ദേവേന്ദ്രൻ തൻ്റെ നഷ്ടപ്പെട്ട സ്വർഗം മേടിച്ചത്. അത് എനിക്ക് മേടിച്ചു തരണം, ഇല്ലാതെ സ്വർഗീയ ദേവന്മാരൊക്കെ അനാഥരായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ വാമനാവതാരം സ്വീകരിച്ചു. അവിടെ സിദ്ധി നേടുകയും ചെയ്തു തപസ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് അതിന് സിദ്ധാശ്രമം എന്ന് പേര്. അവിടെ വസിച്ചിട്ട് വാമനൻ തപസ് ചെയ്തുകൊണ്ട് സിദ്ധി നേടിയത് കൊണ്ട് സിദ്ധാശ്രമം എന്ന പേര്. രാത്രിയൊക്കെയാണ് കഴിഞ്ഞതോട് കൂടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം, യാഗം നടത്തേണ്ടതായിട്ട് സ്ഥലത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് തപസോത്തമ ഭവാം ദീക്ഷിക്ക യാഗവിനിതാപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. അങ്ങ് യാഗദീക്ഷ നടത്തിക്കോളൂ, ബാക്കിയൊക്കെ ഞങ്ങളായിക്കോളാം, ഞങ്ങളില്ലേ ഇവിടെ. ഈ അസ്ത്രം പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് വെമ്പൽ കൊള്ളുകയാണ്. അതുകൊണ്ട് ആ രാക്ഷസന്മാരെ ഒന്നിങ്ങനെ സൂചിപ്പിച്ചാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം. നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. ഓരോ ബാണം മതി ഓരോ രാക്ഷസന്, അവരുടെ കഥ അതോടുകൂടി കഴിച്ച് ഞാൻ ശരിയാക്കി തരാം എന്നങ്ങനെ പറഞ്ഞ് യാഗവും ദീക്ഷിച്ചിതു കൗശികൻ. അതുകാലം ആഗമിച്ചിതു. നക്തഞ്ചരന്മാർ പടയുമായി മധ്യാഹ്നകാലേ മേൽഭാഗത്തിങ്കൽ നിന്ന് രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. യാഗം ദീക്ഷിച്ച് ആരംഭിച്ചതായിട്ട് സമയത്ത് മുകളിൽ നിന്ന് രക്തം, മാംസം മുതലായ അശുദ്ധ വസ്തുക്കൾ അവർ വർഷിക്കാനായിട്ട് തുടങ്ങി. അതോടുകൂടിയിട്ട് രാമോപിതനുരാധായ ദൗബാണോ സന്തതേ സുധി ആകർണാന്തം തമാകിഷ്യ വിസതയോ പൃഥ. നല്ലപോലെ വില്ലിങ്ങോട്ട് വലിച്ചു, ആകർണാന്തം ചെവി വരേക്ക് ഇങ്ങോട്ട് വലിച്ചു വില്ല്, അതങ്ങോട്ട് പ്രയോഗിക്കുകയാണ്. തയോരേകസ്തുമാരീശം ഭ്രാമയൻ ശതയോജനം. എത്രയോ യോജന ദൂരത്ത് മാരീചനെ ഓടി സമുദ്രത്തിലേക്ക് തള്ളിയിട്ടു. യാതൊരുവിധ വാഹനത്തിൻ്റെയും ആവശ്യമില്ലാതെ 100 യോജന വാടക കൊടുക്കാതെ യാത്ര ചെയ്യാറായി മാരീചന. പക്ഷെ മരിച്ചില്ല, അതിന് സമയമാവാത്തതുകൊണ്ട് മാരീചനെ വധിച്ചില്ല. നേരെ സമുദ്രത്തിലേക്ക് അയച്ചു എന്ന് പറയാം. ദിതി അഗ്നിമയോ ബാണ. അടുത്തത് ബാണമയം അഗ്നിപരമായിട്ടുള്ള അസ്ത്രമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അഗ്നിമയോ ബാണ സുബാഹും അജയക്ഷണാൻ അവരെ ലക്ഷ്മണേനാശു അത്തതനുയായിന. ആ വധിച്ചു സുബാഹുവിനെ. സുബാഹും അജയക്ഷണാൻ ഒറ്റ നിമിട്ടുകൊണ്ട് സുദേശൻ സുബാഹുവിൻ്റെ കാര്യം കഴിക്കുകയും ചെയ്തു. പുഷ്കോകേനാകിരം ദേവ രാഘവം സകലക്ഷ്മണം ദേവദുന്ദുപയോനേതു സുട്ടുപുസ്തിധാരണ. മുകളിൽ നിന്ന് ദേവന്മാർ ചാരണന്മാർ മുതലായിട്ടുള്ളവരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു. ലോകത്തിൻ്റെ വലിയൊരനർത്ഥം കൂടി ഇതാ തീർന്നിരിക്കണു. വിശ്വാമിത്രത്തു സംപൂജ്യ പൂജാർഹന്റെ കുനന്ദനം അങ്കേ നിവേശാലിംഗ്യ ഭക്തിയ ബാഷ്പാകുലേക്ഷണ. 2 കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ടൊഴുകി ഉപദേശാസ്ത്രങ്ങളൊക്കെ വേണ്ട പോലെ പ്രയോഗിച്ച മിടുക്കന്മാരായിട്ടുള്ള ശിഷ്യന്മാരാണ് എന്നുള്ള ഭാവത്തിലാണ് സന്തോഷം. ഗുരുവിന് ഏറ്റവും സന്തോഷം എന്താ? ശിഷ്യന്മാർ പറഞ്ഞതൊക്കെ പഠിക്കുക, അതാണല്ലോ. അപ്പോൾ ആ കുട്ടികളെ മടിയിലിരുത്തി, വാത്സല്യം കൊണ്ട് മടിയിലിരുത്തി കണ്ണുനീരൊഴുക്കുകയാണ് വിശ്വാമിത്രൻ. ഭോജയിത്വാ സഖഭ്രാത്രാരാമം പക്വബലാധിപി പുരാണവാക്യേർ മധുരേർ നിനായ ദിവസത്രയം. പലവിധ വാക്യങ്ങളും പുരാണ കഥകളും നല്ല പറഞ്ഞുല്ലോ. ഗംഗ ഒഴുക്കിയിട്ടുള്ള കഥകൾ, അതുപോലെ തന്നെ കന്യാകുബ്ജീകരണം,
ആ 100 പുത്രിമാരെ വിരൂപകളാക്കിയ കഥ, അങ്ങനെ ഒരുപാട് കഥകളൊക്കെ വിശ്വാമിത്രൻ സരസമായിട്ട് പറഞ്ഞതെല്ലാം രാമലക്ഷ്മണന്മാർ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടു. സമയം പോയത് അവർക്ക് അറിഞ്ഞതേയില്ല. ചതുർത്ഥേകനിതം പ്രാപ്തേക വിശികോ രാമമബ്രവീ രാമ രാമ മഹായജ്ഞം തൊട്ടും ഗച്ഛാമഹേ വയം. ഹേ രാമ, 4ാമത്തെ രാത്രിയായി. നമുക്കൊരു കാര്യം ചെയ്യണം. ജനക മഹാരാജാവിൻ്റെ അടുത്തേക്ക് വിദേഹനഗരേ ജനകസ്യ വിദേഹരാജനഗരേ ജനകസ്യ മഹാത്മാവായിരിക്കുന്ന ജനക മഹാരാജാവ് യാഗം ചെയ്യേണ്ട ചാപവും മഹാദേവയാഗവും അല്ലേ, ആ യാഗവും കാണണം, മഹാദേവ ചാപവും രണ്ടും കാണാനായിക്കൊണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. അതിനെ തുടർന്ന് വേറെ നല്ല കാര്യങ്ങൾ പലതും വരാനുണ്ട് എന്നങ്ങനെ പറഞ്ഞ് അരുതു വൃഥാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺ പോകനാം വത്സന്മാരെ എന്നങ്ങനെ പറയണം. അത് അവർക്ക് പോകണം എന്നങ്ങനെ പറഞ്ഞ് വൈകാതെ കാൺമാൻ പോകനാം വത്സന്മാരെ ചൊല്ലരും ത്രയ്യംബകമാകിയ മാഹേശ്വരവില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ആർക്കും തന്നെ എടുത്തു പൊന്തിക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ ദിവ്യമായിട്ടുള്ള വില്ല് നമുക്കൊന്ന് കാണണ്ടേ എന്നങ്ങനെ ചോദിച്ചു. ഗംഗാതീരം കിടന്നു. ഗൗതമൻ്റെ ആശ്രമം, അഹല്യ ഗൗതമൻ ഇവർ താമസിച്ചിരുന്നതായ ആ ആശ്രമത്തിലേക്ക് എത്തിപ്പേരുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ രാമൻ ചോദിച്ചു, ആശ്രമപദം ഇതം ആർക്കുള്ളു മനോഹരമാശ്രയോഗ്യം നാനാജന്തു സംവീതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സുമേ തത്വം എന്തെന്നതരുൾ ചെയ്യണം തപോനിധേ. ഈ ആശ്രമം ആരുടെയാണ് മഹർഷി? ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതായാലും കുറേ കഥകളൊക്കെ പറഞ്ഞുല്ലോ. അപ്പം എന്നാൽ ഇതിനെ പറ്റിയിട്ടും ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആ ഗൗതമാശ്രമത്തെക്കുറിച്ചും ഗൗതമൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടൊക്കെയായി പിന്നെ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കൽ. ശൃണു രാമപുരാവൃത്തം ഗൗതമോ ലോകവിശ്രുത സർവധർമ്മഭൃതാം ശ്രേഷ്ഠത്തവസാരാധയൻ ഹരിം. നല്ല വിഷ്ണുഭക്തനായിരിക്കുന്ന ഗൗതമ മഹർഷി ഗംഗയിൽ കുളിക്കുക, കാര്യങ്ങൾ അല്ലേ, തേവാരവും കുളിയും ധ്യാനവും മുഹൂർത്തത്തിലിട്ട് തൻ്റെ കർമ്മങ്ങൾ ഗായത്രി ജപം ഒക്കെ വിധി പോലെ അനുഷ്ഠിച്ച് ഭക്തനായിരിക്കുന്ന ഗൗതമൻ തൻ്റെ പത്നിയായിരിക്കുന്ന അഹല്യയോട് കൂടിയിട്ട് അവിടെ കഴിഞ്ഞുകൂടുകയാണ്. ബ്രഹ്മദത്തോ കന്യാമഹല്യാം ലോകസുന്ദരിയും. ബ്രഹ്മവിൻ്റെ പുത്രിയായിട്ടുള്ള അഹല്യ ലോകസുന്ദരിയാണ്. ഏറ്റവും അംഗപ്രത്യംഗങ്ങൾ ആവണ്ട വിധത്തിലായിട്ടുള്ള സർവാംഗസുന്ദരിയായിട്ടുള്ള അഹല്യയെ ശുശ്രൂഷിച്ചു. ബ്രഹ്മചര്യേണ സന്തുഷ്ട ശുശ്രൂഷണ പരായണം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പത്നിയിൽ താല്പര്യം ഉണ്ടാവുക, ഒരു ഭർത്താവിൽ താല്പര്യം ഉണ്ടാവുക. അതാണ് ബ്രഹ്മചര്യം. ഗൃഹസ്ഥൻ്റെ ബ്രഹ്മചര്യം, വിവാഹം കഴിച്ചവരുടെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീസംഘവും പുരുഷസംഘവും തീരെ ഉപേക്ഷിക്കലല്ല. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിന് അർത്ഥമില്ലാണ്ടാവും. അങ്ങനെയല്ല. പക്ഷേ മറ്റു പുരുഷനിലോ സ്ത്രീകളിലോ താല്പര്യത്തോടെ ബ്രഹ്മചര്യേണ, അതുതന്നെയാണ് അവരുടെ ബ്രഹ്മചര്യമാണത്. ബ്രഹ്മചര്യ വ്രതത്തിന് ഏറ്റവും നല്ലത് ഗൃഹസ്ഥാശ്രമം മാത്രമേ. കാരണം ഒരു പത്നിയിലും ഒരു പുരുഷനിലും താല്പര്യം ഉണ്ടായാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ എളുപ്പമുണ്ട് എന്നാണ്. ആരിലും താല്പര്യം ഇല്ലാണ്ടിരുന്ന മനസ്സ് നിൽക്കില്ല എന്നാണ്. വളരെ ശാസ്ത്രീയമാണത്. സൈക്കോളജിക്കലത് പറയാൻ മടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിനെ തിളയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് അതിനെ കെട്ടിയടയ്ക്കാതെ കുറേശ്ശെയായിട്ട് ആ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടത് നൽകുക. എന്നാൽ അതിലൊരു ഭ്രമിച്ച് അധികം ആവാനും പാടില്ല. അതിൽ നമ്മളെ മതിമറന്ന് ചിന്തിക്കാൻ പാടില്ല. അതൊരു പത്നിയാവുമ്പോഴും ഒരു ഭർത്താവുമ്പോഴും പാകത്തിന് എത്രയേ ഉണ്ടാവുള്ളൂ. അതിൽ വിട്ടിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. എന്നാലോ നമുക്ക് എളുപ്പം. അതാണ് ബ്രഹ്മചര്യം എന്നതിന് പറയാൻ കാരണം. അപ്പം നമ്മുടെ അല്ലാണ്ട് വിസംഗം വിട്ട് നിൽക്കല്ല. ബ്രഹ്മചര്യേണ സന്തുഷ്ട ശുശ്രൂഷണ പരായണം. ആ ഭർത്താവായിരിക്കുന്ന ഗൗതമമായിട്ട് ബ്രഹ്മചര്യവ്രതത്തോടു കൂടി പതിവ്രതത്തോടു കൂടിയിട്ട് ആ അഹല്യ നന്നായിട്ടങ്ങനെ പരിചരിച്ചു. അപ്പോൾ ഇന്ദ്രൻ എപ്പോഴും ഒരു വിഷമം പിടിച്ച കഥാപാത്രമാണ്. പലപ്പോഴും നമുക്ക് കാണാം. അഹല്യ അങ്ങനെ ആ അഹല്യയെ കണ്ടു. എങ്ങനെയെങ്കിലും ഒന്ന് അഹല്യയെ പ്രാപിക്കണം എന്നൊരു തോന്നൽ ഇപ്പം തോന്നുകയാണ്. ആ വേഷത്തിൽ ഗൗതമൻ്റെ വേഷത്തിലാണ് ചെന്നു എന്നാണ്. തയാ സാർദ്ധമികാമാർത്തിയിൽ ഗൗതമത്തപതാം വരാ ശക്രസ്തുതാം ദർശയിതു മന്ദരം പ്രേപ്സുരന്മുഖം. ഗൗതമൻ്റെ വേഷം കിട്ടി ശക്രൻ ഇന്ദ്രൻ അവിടേക്കേട് വരികയാണ്. അഹല്യയെ പ്രാപിച്ചതോട് കൂടിയിട്ട് ഗൗതമൻ വന്നു ചോദിച്ചു. വേഗം ഗൗതമന് കാര്യങ്ങൾ മനസ്സിലാവാൻ
വളരെ താമസമൊന്നും ഉണ്ടായില്ല, എന്തിനാ വന്നത്. എന്നാലും അത് കുറ്റവാളി തന്നെ പറഞ്ഞു കേൾക്കണത്. ഇന്നും അങ്ങനെ പോലീസുകാർ ഞങ്ങൾക്കെല്ലാം പിടികിട്ടി, നിൻ്റെ നാവ് കൊണ്ടത് പറഞ്ഞു കേട്ട് റെക്കോർഡ് ചെയ്തിട്ട് വേണം ശിക്ഷിക്കാൻ. ഇന്നും പോലീസുകാർ ഉപയോഗിക്കുന്ന ഒരു മുറയാണത്. അപ്പം അതേപോലെ ഗൗതമൻ പറഞ്ഞു, എനിക്ക് കാര്യങ്ങൾ അറിയാം, അതുകൊണ്ടല്ല, പക്ഷേ അത് നിൻ്റെ വാക്കുകൊണ്ട്, നിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞു കേൾക്കണം. സത്യം ബ്രൂഹി നചേത് ഭസ്മ കരിഷ്യാമിന സംശയ. സത്യം പറഞ്ഞോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിടി ഭസ്മമാക്കിയിട്ട് നിന്നെ മാറ്റാൻ. നീ 1000 യാഗം ചെയ്തിട്ടൊന്നും കാര്യമില്ല, എൻ്റെ തപശക്തിയുടെ ഒരു ശാപം മതി നിന്നെ ഭസ്മമാക്കാൻ. മര്യാദയ്ക്ക് പറയാം, സത്യം ബ്രൂഹി നചേത് ഭസ്മ കരിഷ്യാമി ന സംശയ സ്വപ്നവി ദേവരാജോഹം പാഹിമാം കാമകിങ്കരം. നീ ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ത്രികാലജ്ഞാനിയായിട്ടുള്ള മഹർഷിയോട് കാമകിങ്കരനായിരിക്കുന്ന എനിക്ക് അബദ്ധം പറ്റി, ചെയ്യാനരുതാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു. ജുഗുപ്സിതം കർമ്മ, ചെയ്യരുതാത്തതായിട്ടുള്ള ജുഗുപ്സിതമായിട്ടുള്ള കർമ്മങ്ങൾ ഞാൻ കുത്സിത ചേതസ, തെറ്റായിരിക്കുന്ന മനസ്സോട് കൂടിയിട്ട് ഇതാ ചെയ്തു എന്നങ്ങനെ പറഞ്ഞില്ലേ. ഗൗതമക്രോധതാമ്രാക്ഷശാപ ദിവിജാധിപം. വാൽമീകി അഹല്യ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ദ്രനെ പ്രാപിച്ചതെന്നാണ് പറയണം. ഇവിടെ വേഷം മാറിയതുകൊണ്ട് അറിയാത്തതാ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അറിയാത്തതായിട്ട് എന്നിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നാണ്. കാരണം ഇതിലൊരു ഡയലോഗ് തന്നെ ഉണ്ട്, ഇന്ദ്രൻ അങ്ങയോടുകൂടി എനിക്കൊന്ന് സംഗമിക്കണം എന്ന് വളരെ കാലമായി ഞാൻ വിചാരിക്കുന്നു. വാൽമീകി വാക്കുണ്ട്, ശ്ലോകമുണ്ട് അതിന്. അപ്പം അത് അഹല്യ അറിഞ്ഞിട്ടാണ്, അപ്പം ശിക്ഷാർഹയാണ് ശരിക്കും. പക്ഷേ ഇവിടെ അത് പറഞ്ഞിട്ടില്ല, അറിയാണ്ടാണെന്നുള്ള നിലയ്ക്കാണ് കഥ പോണത്. രണ്ടും പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും ദുഷ്ടാത്മൻ സഹസ്ര ഭഗവാൻ ഭവ, ശരീരം മുഴുവൻ ജനനേന്ദ്രിയം ആവട്ടെ എന്ന് ശപിച്ചു എന്നാണ് ഇവിടെ പറയണത്. വാൽമീകി രാമായണത്തിൽ വൃഷണങ്ങൾ താഴെ പതിച്ചു പോട്ടെ എന്നാണ് ശപിക്കണത്. ഇനി ഇതുകൊണ്ടുള്ള കളി നിർത്തൂലോ നീ, അത് താഴെ വീണ് പോട്ടെ എന്ന്, വൃഷണം താഴെ വീണ് പോട്ടെ എന്ന് ശപിച്ചു എന്നാണ് പറയണത്. ശാപമോക്ഷമായിട്ട് ഒരു ആടിൻ്റെ വൃഷണം ചേർത്ത് ആ ഇന്ദ്രന് ഇന്ദ്രിയ സുഖം അനുഭവിക്കാൻ ഉള്ള സൗകര്യം ഉണ്ടാക്കിയെന്നും പറയുന്നു. ഇതൊക്കെ ഏത് ശസ്ത്രക്രിയയിൽ പെടും എന്നറിയില്ല. പണ്ട് അങ്ങനത്തെ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു എന്ന് വേണം ഊഹിക്കാൻ, അല്ലേ? വേറൊന്നിൻ്റെ അവയവം എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കുക. ഇപ്പം മനുഷ്യൻ്റെ അവയവം എടുക്കലേ പഠിച്ചിട്ടുള്ളൂ നമ്മൾ, അതൊക്കെ നടക്കണമായിട്ട് കേട്ടിട്ടുള്ളൂ, അല്ലേ? എന്നാൽ പണ്ട് അങ്ങനെയല്ല. വേറെ ജീവികളുടെ ആടിൻ്റെ വൃഷണം, ആണാടിൻ്റെ വൃഷണം എടുത്തിട്ട് മതി ഇനി നിൻ്റെ കളി എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് പറയുക. ഇവിടെ ശരീരം മുഴുവൻ ജനേന്ദ്രിയാവട്ടെ എന്നാണ്. അതെന്താ കാരണം വെച്ചാൽ ഈ കാമായാലും സ്ത്രീസുഖമായാലും സ്ത്രീ പുരുഷ ബന്ധമായാലും കാമിനിയായാലും കമുകനായാലും വളരെ നല്ലൊരു സങ്കല്പമാണ്, സുന്ദരമായിട്ടുള്ള സങ്കല്പമാണ്. ലൈംഗിക ബന്ധമായാലും വേണ്ടില്ല, സ്ത്രീ ആയാലും വേണ്ടില്ല, പുരുഷനായാലും വേണ്ടില്ല, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ വേണ്ടാത്ത കാര്യമൊന്നുമല്ല ആണോ? അതെവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഒരു പക്ഷേ ഉണ്ട്. അധികമായാൽ അമൃതും വിഷം. അതാണ് തെറ്റായ മാർഗത്തിൽ കൂടെ അമൃതമായി അധികമായാൽ ഇത്ര സുന്ദര കാര്യവും വളരെ വിരൂപമാവും. മേല് മുഴുവൻ ഈ അവയവമായിട്ടുള്ള ഒരാളെ കണ്ടാൽ എന്താവും അവസ്ഥ? ആരെങ്കിലും അയാളെ തിരിഞ്ഞ് നോക്കുമോ? പിന്നെ നോക്കാൻ ഇഷ്ടപ്പെടുമോ? കാണാൻ ഇഷ്ടപ്പെടുമോ? അപ്പം അത്ര ജുഗുപ്സിതവും അത്ര മോശവുമാണ് വഴിവിട്ട സ്ത്രീ പുരുഷ ബന്ധം. വളരെ മോശമാണ് വഴിവിട്ട സ്ത്രീ പുരുഷ ബന്ധം. വഴിയിലുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിന് തെറ്റ് പറഞ്ഞിട്ടില്ല. അതാണ് ഈ ശാപം കഥയുടെ തത്വം. മേലും മുഴുവൻ ഇതായി ഒന്നായ സന്ന് മേല് മുഴുവനായാലോ ഒരാൾ ചോക്കി അണയ്ക്കുക. അതുപോലെ ആവും നമ്മൾ ഈ വിഷയത്തിൽ ഒരു നിയമമോ മര്യാദയോ പാലിക്കാതിരുന്നാൽ. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. കഥ എന്തോ ആയിക്കോട്ടെ, എത്രമാത്രം അത് വിരൂപവും വൃത്തികേടും ആയിത്തീരും, അലസോരമായിത്തീരും, അത്ര മോശമാണ് വഴിവിട്ട സ്ത്രീ പുരുഷ ബന്ധം എന്ന കഥയെ കൂടെ കാണിക്കുക. കഥ അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെയല്ല, അതല്ല അവിടെ നമ്മൾ തർക്കിക്കേണ്ടത്. അത്ര വൃത്തികേടായിട്ടും തീരും. പിന്നെ ഒരു പുരുഷനെ രാവണനെ എന്തിനു കൊള്ളും? സീതയിൽ ആകർഷണം ഉണ്ടാവുന്ന വരെ രാമൻ ഒരു കേടുമില്ല എന്നാണ് പറയണത്. രാവണൻ ചില്ലറക്കാരനൊന്നുമല്ല. ഹനുമാൻ തന്നെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു എന്ന് പറയുകയാണ്. ഇത്രയും തേജസ്വിയും ഇത്രയും പരാക്രമിയും ഇത്രയും വീരശൂര പരാക്രമിയും ആയിട്ടുള്ള ഈ രാവണൻ സീതയെ കൊടുന്നില്ലെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അത്ര ഹനുമാൻ. രാമായണത്തിൽ പറയേണ്ടത് ഹനുമാൻ്റെ ചിന്ത, രക്തചന്ദനവും ആ വക കാര്യങ്ങളും കുറിയും കൂട്ടും ആഭരണങ്ങളും വാളും പരിവാരങ്ങളും സമേതം ആ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുന്നു കണ്ടപ്പോൾ ഹനുമാൻ പോലും ചിന്തിച്ചു, കഷ്ടം, തീജനാസക്തി ഇല്ലെങ്കിൽ ഇദ്ദേഹമൊക്കെ എവിടെ എത്തിയിട്ടുണ്ടാവും.
അവർ രാവണനെ എന്താ വികൃതമാക്കിയത്? ഈ ഒരൊറ്റ കാര്യമാണ്. എന്തുകൊണ്ടാണ് സീതയെ തൊടാതിരുന്നത്? രാവണൻ്റെ മഹാമനസ്കതയിട്ട് വ്യാഖ്യാനിക്കുന്നില്ല. ഒരു മഹാമനസ്കതയല്ല. സ്ത്രീയുടെ സമ്മതം കൂടാതെ ഒരു സ്ത്രീയെ തൊട്ടാൽ രാവണൻ്റെ തല പൊട്ടിത്തെറിച്ച് പോകുമെന്ന് ശപിച്ചിട്ടുണ്ട് ബ്രഹ്മാവ്. ഏതോ ഒരു അപ്സരസിനെ ഉപദ്രവിച്ച സമയത്ത് ശപിച്ചു, ഇനി നീയെ ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ തൊട്ടാൽ തല പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ സീത ബാക്കി ഉണ്ടാവില്ല, സംശയിക്കൊന്നും വേണ്ട. അതുകൊണ്ട് സ്ത്രീലമ്പടനാണ്. ആ ഒരൊറ്റ കാര്യം. രാവണൻ്റെ തപസ്സുണ്ട്, അറിവുണ്ട്, വേദങ്ങളുണ്ട്. വേദങ്ങളൊക്കെ പല കർമ്മങ്ങളും ചെയ്യുന്നതായിട്ട് പറയുന്നു ലങ്കയിൽ. അദ്ദേഹം ചില്ലറക്കാരനല്ല. പക്ഷേ അതുപോലെയാണ്. ശരീരം മുഴുവൻ ഇതായാൽ എത്ര വിഷമമുണ്ടോ, എത്ര കാണാൻ അറയ്ക്കുമോ, അതുപോലെയാണ്. വഴിവിട്ടായിട്ടുള്ള ഒരാൾ ലോകത്തിൽ എല്ലാവിധ ആരോപണങ്ങൾക്കും വിധേയനാവും, എല്ലാവരും വെറുക്കപ്പെടും, അപമാനിക്കപ്പെടും. അത് കഥയെ കൂടെ കാണിച്ചു എന്നാണ്. ദിട്വാകല്യാം വേപമാനാം പ്രാഞ്ജലിംഗൗതമോ ദുഷ്ടേ ത്വം ദിട്ടദുർവൃത്തേ ശിലായാം ആശ്രമേ മമ. നിന്നെ ഞാൻ ശപിക്കുകയാണ്. അഹല്യയോട് പറഞ്ഞു, ഒരു ശില ആയിട്ട് നീ ഇവിടെ കിടക്ക്, ശിലയെപ്പോലെ കിടക്കുക എന്നേ പറഞ്ഞുള്ളൂ എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൂ വാൽമീകി രാമായണത്തിൽ. ശില ആയിട്ടില്ല എന്നും ശില ആയിട്ട് നീ ഇവിടെ കിടക്കുക, ആഹാരമൊന്നും കഴിക്കാണ്ട് രാവും പകലും ഉറക്കണ്ടോ നിശ്ചയില്ല, ആഹാരം എന്തായാലും കിട്ടില്ല ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ. അങ്ങനെ രാമചന്ദ്രനെ ത്രേതായുഗം വരുമ്പോൾ കാണുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും എന്ന് അനുഗ്രഹിച്ച ഗൗതമ മഹർഷി ഹിമാലയത്തിലേക്ക് പോയി. ധ്യായന്തീരാമം ഏകാഗ്രമനസാകൃതി സംസ്ഥിതം നാനാജന്തുവിഹീനോയം ആശ്രമോ മേ ഭവിഷ്യതി. ഇവിടെ അധികം ജന്തുക്കളോ സിംഹങ്ങളോ പുലികളോ ഉണ്ടാവില്ല എന്ന് ഞാനൊരു അനുഗ്രഹം തരാം, നിനക്ക് ഉപദ്രവം ഉണ്ടാവരുതല്ലോ. വലിയ നേരേക്കണം എന്നല്ലാണ്ട് നശിപ്പിക്കണം എന്ന ഗൗതമനില്ല. സുഖമായിട്ട് എവിടെ ഇരിക്കാച്ചിരുന്നോട്ടെ, മധ്യമൃഗങ്ങളുടെ ശല്യം ഇല്ലാണ്ടിരുന്നോട്ടെ എന്ന സന്മനസ് ഗൗതമനുണ്ട്. പക്ഷെ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുത്തു എന്ന് മാത്രം. ഏവം വക്ഷതകർത്രേഷു അനേകേഷു ഗതേഷു ചാരാമോ ദശരഥി ശ്രീമാൻ ആഗമിഷ്യതി സാനുജ. അനുജനോട് കൂടിയിട്ട് വരും. അതോട് കൂടിയിട്ട് ശാപമോക്ഷം പാദാഭ്യാം ആക്രമിഷ്യതി. പാദസ്പർശം കൊണ്ട് നിനക്ക് ശാപമോക്ഷം കിട്ടുകയും ചെയ്യും എന്നങ്ങനെ പറഞ്ഞ് ഗൗതമ പ്രാകാൽ ഹിമവന്തം എന്ന ഗോത്തമം പർവ്വതശ്രേഷ്ഠനായ ഹിമവാനിലേക്ക് പോയി. അന്നു മുതൽക്ക് രാമ അങ്ങയുടെ പാദസ്പർശം കാത്ത് കിടക്കുകയാണ് അഹല്യ. കൊണ്ട് ആ പാദം സ്പർശം കൊണ്ട് അഹല്യയെ നീ ശുദ്ധയാക്കിയാലും ഒരു ശാപമോക്ഷം കിട്ടിക്കോട്ടെ. അനവധി കാലമായിട്ട് മഞ്ഞുകൊണ്ട് മഴ കൊണ്ട് ആഹാരമില്ലാതെ കിടക്കുന്ന ആ സ്ത്രീയെ അങ്ങയുടെ പാദസ്പർശം കൊണ്ട് അങ്ങ് ശുദ്ധമാക്കണം എന്ന് വിശ്വാമിത്രനാണ്ട് പറയേണ്ട താമസമേ ഉണ്ടായുള്ളൂ. ആ കാലുകൊണ്ട് സ്പർശിച്ചു. രാമോഹം ഇതിച്ച ബ്രവീത്, ഞാൻ രാമനാണ്, അല്ലയോ സ്ത്രീരത്നമേ എഴുന്നേൽക്കൂ. തതോ ദൃഷ്ട്വാ രഘുശ്രേഷ്ഠം പീതകവിഷയവാസം. മഞ്ഞപ്പട്ടുടുത്ത വില്ല് ബാണം മുതലായിട്ടതൊക്കെ കയ്യിൽ ധരിച്ചതോട് അവനെ കണ്ടതോടു കൂടിയിട്ട് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി ഉത്തായ ച പുനർദൃഷ്ട രാമം രാജീവലോചനം പുളകാങ്കിര സർവാംഗാഗിര കഥേളവയ. സർവേശ്വരനായ രാമനെ ഭക്തിയോടു കൂടിയിട്ട് സ്തുതിക്കുകയാണ്. സ്തുതിയുടെ ആ ഭാഗം മുതലൊക്കെയുള്ളത് നമുക്ക് മറ്റൊരു ഭാഗത്തിലാവാം. അങ്ങനെ മോക്ഷമൊക്കെ കൊടുത്ത് അവരെ വീണ്ടും യോജിപ്പിച്ചു എന്നും പറഞ്ഞ് അഹല്യാമോക്ഷം വരെയുള്ള കഥ സ്തുതിയുടെ ചില വിശദാംശങ്ങൾ നമുക്ക് അങ്ങനെയാണ് പറഞ്ഞു പോയാൽ പോരല്ലോ. നാളെ നോക്കാം. പൂർവന്റാവതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീ ദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതത്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.